മഹാപീഡനം, മഹോപദ്രവകാലം എന്നിങ്ങനെ കേട്ടിട്ടുണ്ടാകുമല്ലോ. നാം ഇന്ന് ജീവിക്കുന്നത് ഈ മഹോപദ്രവകാലത്തിലാണോ? ക്രിസ്തുവിൻ്റെ സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുമോ? മഹോപദ്രവത്തിൻ്റെ അല്ലെങ്കിൽ മഹാപീഡനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചിന്തിക്കാം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ക്രിസ്തുസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പും ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസികളുടെ ആകാശമേഘങ്ങളിലുള്ള എടുക്കപ്പെടലും തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നു. ലോകത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് നാം അധികം വ്യാകുലപ്പെടേണ്ടതില്ലെങ്കിലും ലോകാരംഭം മുതൽ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ ഒരു മഹാകഷ്ടത്തെക്കുറിച്ച് കർത്താവ് വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ കഷ്ടകാലം എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. കാലാവസാനത്തെക്കുറിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് യേശു നൽകുന്ന ഉത്തരങ്ങളാണ് മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൽ നിന്നും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 ചോദ്യങ്ങൾ: ഒന്ന്, ഒരു കല്ലിന്മേൽ വേറൊരു കല്ലിരിക്കാതെ വണ്ണം ആ ദൈവാലയ സമുച്ചയം നശിക്കുന്നത് എന്നായിരിക്കും. രണ്ടാമത്തെ ചോദ്യം, യേശുവിൻ്റെ വരവിൻ്റെ അടയാളം എന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതേ അധ്യായത്തിൻ്റെ 24 അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ ചോദ്യം, ലോകാവസാനത്തിൻ്റെ അടയാളം എന്ത് എന്ന് പറഞ്ഞാൽ ഈ കാലത്തിൻ്റെ അവസാനം എന്നായിരിക്കുമെന്നത്രേ ശിഷ്യന്മാർ ചോദിച്ചത്. ഈ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 24 അധ്യായത്തിൻ്റെ 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. 24 അധ്യായത്തിൻ്റെ ആദ്യത്തെ 13 വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. 14 വാക്യത്തിൽ നാം വായിക്കുന്നത്: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് രാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന്. യേശുക്രിസ്തുവും തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച അതേ ദൂതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 4 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. യേശു തൻ്റെ അപ്പോസ്തലന്മാരെ പ്രസംഗിക്കുവാൻ അയച്ചത് ഈ പറഞ്ഞ ദൂതുമായിട്ടാണ്. മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ കർത്താവിൻ്റെ ദൂതിനൊരു ചെറിയ വ്യതിയാനം വന്നതായി നാം കാണുന്നു. അവിടെ നാം വായിക്കുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തുടർന്ന് മത്തായി എഴുതിയ സുവിശേഷം 20 അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ യേശു പറഞ്ഞത് താൻ വന്നത് അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനായിട്ടാകുന്നു എന്നത്രേ. പക്ഷേ മഹോപദ്രവകാലത്ത് രാജ്യത്തിൻ്റെ സുവിശേഷം വീണ്ടും പ്രസംഗിക്കപ്പെടും. ഇത് നമ്മുടെ കാലത്തേക്കുള്ളതല്ല. കാരണം നാം പ്രസംഗിക്കേണ്ടത് ദൈവകൃപയുടെ സുവിശേഷമാകുന്നു. നിങ്ങൾക്ക് ചിന്താക്കുഴപ്പമുണ്ടായി എന്നെനിക്കറിയാം. നിങ്ങൾ ചോദിക്കുന്നത്, അപ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നതും ഈ ദൈവകൃപയുടെ സുവിശേഷം എന്ന് പറയുന്നതും രണ്ടാണോ? അങ്ങനല്ല. ഒരേ സുവിശേഷം തന്നെയാണ്, പക്ഷേ വ്യത്യസ്തമായ ഊന്നൽ കൊടുത്ത് പ്രസംഗിക്കുന്നു എന്ന് മാത്രം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്കൊരു അവകാശവുമില്ല, കാരണം നമുക്കതറിയില്ല. പക്ഷേ മഹോപദ്രവകാലം ആരംഭിക്കുമ്പോൾ തങ്ങൾ അവസാനത്തോടടുത്തു എന്ന് മനുഷ്യർ അറിയും.
അതിൻ്റെ ദിവസമോ മണിക്കൂറോ ഒന്നും മനുഷ്യനറിയില്ല. അതുകൊണ്ട് അന്നത്തെ ദൂത് മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതായിരിക്കും. ഓരോ ദൈവിക യുഗത്തിലും ദൈവം പ്രവർത്തിക്കുന്ന രീതി വ്യത്യസ്തമാകുന്നു എന്ന് പഠിപ്പിക്കുന്ന എന്നെപ്പോലുള്ളവർ മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് ഒന്നിലധികം മാർഗങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്നു എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ രക്ഷയ്ക്കുള്ള ഒരു മാർഗവും പുതിയ നിയമത്തിൽ മറ്റൊന്നുമുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന ഒരൊറ്റ അടിസ്ഥാനമല്ലാതെ മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്കായി മറ്റൊരു മാർഗവും ദൈവം നൽകിയിട്ടില്ല എന്നാണ് വിശുദ്ധ ബൈബിളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിന് മുമ്പുള്ള സകല യാഗങ്ങളും വഴിപാടുകളും ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കിയുള്ളതാണ്. അവൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ഓരോ സ്മരണാചരണവും ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അവിടെ മാത്രമേ രക്ഷയുള്ളൂ. രക്ഷിക്കപ്പെടുവാൻ വേറെ മാർഗമൊന്നുമില്ല. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്ന 14-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ. ദൈവകൃപയുടെ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിച്ച് തീരാതെ സഭ ഭൂമിയിലായിരിക്കുന്നത്രയും കാലം കാലാവസാനം ഉണ്ടാകില്ല എന്നിവിടെ അർത്ഥമാക്കുന്നില്ല. നിങ്ങളുടെ ബൈബിൾ പഠന പരിപാടിയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ വാക്യം വളരെയധികം ഉപയോഗിക്കുന്നവരെ എനിക്കറിയാം. ലോകമെല്ലാം സുവിശേഷം എത്തിക്കണമെന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെങ്കിൽ തന്നെ അതിനെ ത്വരിതപ്പെടുത്തുവാൻ നാം എടുത്തുപയോഗിക്കേണ്ട വാക്യമല്ല ഈ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അതേ സുഹൃത്തെ, തിരുവചനം അതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയാണ് യേശു ഇവിടെ ചെയ്യുന്നതെന്ന കാര്യം ഓർത്തിരിക്കണം. അതുകൊണ്ട് ആ അവസാനത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ഇതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഇതുവരെ നാം പറഞ്ഞു വന്ന കാര്യത്തെ തിരിച്ചറിയുന്നതിനുള്ള അടയാളമാകുന്നു യേശു നൽകുന്നത്. 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. എന്താണ് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത? ദാനിയേൽ പ്രവാചകൻ അവയിൽ 2 എണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായി, അന്ത്യോക്യസ് എപ്പിപ്പാനസ്, സിറിയക്കാരനായ ഇയാൾ കടന്നു വന്ന് യെരുശലേം നശിപ്പിച്ചു. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നത് ഇപ്രകാരമാണ്. ദാനിയേൽ 11:31, അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധമന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്തു, ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. BC 170 അന്ത്യോക്യസ് എപ്പിപ്പാനസ് യെരുശലേമിനെതിരെ വന്നു എന്നും ആ സമയത്ത് 100,000-ത്തിലധികം യഹൂദന്മാരെ അവൻ കൊന്നു എന്നും ചരിത്രം വിളിച്ചറിയിക്കുന്നു. ദേവാലയത്തിൽ നിന്നും അവൻ നിരന്തര യാഗം എടുത്തു കളഞ്ഞു. പകരം യാഗപീഠത്തിന്മേൽ പന്നിയുടെ ചോരയും മാംസവും അവൻ യാഗം കഴിച്ചു. അതുമാത്രമല്ല, ജൂപ്പിറ്ററിൻ്റെ ഒരു പ്രതിമ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആരാധിക്കുവാനായി പ്രതിഷ്ഠിച്ചു. എത്ര ഭയാനകമല്ലേ? ദാനിയേൽ പരാമർശിച്ചിരിക്കുന്ന 2ാമത്തെ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നതിൽ സംശയമില്ല. ദാനിയേൽ 12:11 നാം അത് വായിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ആ മ്ലേച്ഛത എതിർ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിൻ്റെ ഒരു പ്രതിമ ദൈവാലയത്തിൽ സ്ഥാപിക്കുന്നതായിരിക്കും എന്നത്രേ. മഹോപദ്രവകാലത്ത് ദൈവാലയം വീണ്ടും പണിതുയരുകയും ഇസ്രായേൽ ജനം പലസ്തീനിലേക്ക് മടങ്ങി വരികയും ചെയ്യും. ഞാനിവിടെ പറയുന്നത് ക്രിസ്തീയ പള്ളിയെക്കുറിച്ചല്ല, യഹൂദന്മാരുടെ ദൈവാലയത്തെക്കുറിച്ചാണ്. ക്രിസ്തു സംസാരിക്കുന്ന അതാണ്. കാരണം ദൈവാലയത്തിനുണ്ടായിരുന്നതുപോലെ പള്ളിക്ക് വിശുദ്ധ സ്ഥലമെന്ന പ്രത്യേക സ്ഥലമില്ലല്ലോ. എന്തായിരുന്നാൽ തന്നെ നാം വായിച്ച ഈ ഭാഗത്ത് കർത്താവ് സൂചിപ്പിക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഇതുതന്നെയാണെന്ന് നമുക്ക് വ്യക്തമല്ല. ഇത് നമ്മുടെ അനുമാനം മാത്രമാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛതയ്ക്ക് വേണ്ടി തേടി നടക്കുകയല്ല ഞാൻ. ഇപ്പോൾ ഈ നാട്ടിലെങ്ങാനും ഞാൻ കണ്ടാൽ തിരിച്ചറിയുവാൻ ഒരു സാധ്യതയുമില്ല.
പക്ഷേ അന്ത്യകാലത്ത് മനുഷ്യൻ അതിനെ തേടും. കാരണം തങ്ങൾ അന്ത്യകാലത്താകുന്നു എന്നാകുന്നുള്ളത് തെളിയിക്കുവാനുള്ള അടയാളം ഈ പറഞ്ഞതായിരിക്കും. എതിർ ക്രിസ്തുവിനെയും അവൻ്റെ മ്ലേച്ഛതകളെയും തേടി നടക്കാതെ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊള്ളണം. ഇത് പൗലോസ് നമ്മോട് പറഞ്ഞിരിക്കുന്നതാണ്. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് യേശു പറഞ്ഞു. അതിൻ്റെ അർത്ഥം അന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും നിങ്ങളും ഞാനും അന്നുണ്ടായിരിക്കില്ല എന്നതിനാൽ അവൻ വളരെയൊന്നും വിശദീകരണം നമുക്ക് തന്നിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കഷ്ടവും ദുഃഖവും നിറഞ്ഞ മഹാപീഡനകാലത്തെക്കുറിച്ചാണ് 15-ാം വാക്യം മുതൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്ന് യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. നിങ്ങളും ഞാനും യഹൂദ്യയിലുള്ള മലകളിലേക്ക് ഓടിപ്പോകണമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള മലകളിലേക്കും പോകണമെന്നല്ല. ഇത് യഹൂദ്യയിലുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നതാണ്. കർത്താവ് ആ പ്രവചനം നമ്മോടല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് മറക്കരുത്. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. പലസ്തീനിൽ വീട്ടിന്മേലിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെയൊക്കെ വീടിൻ്റെ പൂമുഖത്ത് ഇരിക്കുന്നത് പോലെയാകുന്നു. വീണ്ടും ഞാൻ ഈ സത്യം ഉറപ്പായി പറയട്ടെ, കർത്താവ് പലസ്തീനിലുള്ള ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നിങ്ങളോടും എന്നോടുമല്ല. ഈ മുന്നറിയിപ്പ് നമുക്കുള്ളതല്ല. നാം ഈ സമയം വീട്ടിൻ മുകളിലല്ലല്ലോ ചെലവഴിക്കുന്നത്. 24:18 നാം വായിക്കുന്നത്, വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. കൃഷിയിൽ വ്യാപൃതരായിരിക്കുന്ന ജനങ്ങളെ സൂചിപ്പിക്കുന്നത് അത്ര ഇത്. ഒരു മനുഷ്യൻ വയലിൽ പണിയെടുത്തിട്ട് പോരുമ്പോൾ രാവിലെ അവിടെ വെച്ചിട്ട് പോന്ന വസ്ത്രമെടുക്കുവാൻ മറന്നുപോയെന്നിരിക്കട്ടെ. അവൻ വീട്ടിൽ തിരികെ വന്ന് തണുപ്പായപ്പോൾ എന്നാൽ പോയി ആ വസ്ത്രം എടുത്തുകൊണ്ട് വരാമെന്ന് ചിന്തിക്കുമ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത പ്രത്യക്ഷപ്പെടുമെന്ന വാർത്ത വന്നെന്നിരിക്കട്ടെ. അപ്പോൾ അവൻ തിരികെ പോയി ആ വസ്ത്രം എടുക്കുവാൻ ഒരുങ്ങാതെ ഓടുവാൻ ആരംഭിക്കണം എന്ന അർത്ഥത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. അമ്മമാരോടും പിഞ്ചു കുഞ്ഞുങ്ങളോടും കർത്താവിനുള്ള വലിയ സ്നേഹവും കരുതലും ആകുന്നു ഇവിടെ വെളിപ്പെടുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ട ഒരു കാലമാണ് ഇവിടെ പറയുന്നത്. മഹോപദ്രവകാലത്തിൻ്റെ ആരംഭത്തിങ്കൽ വലിയ ജനപ്പെരുപ്പം ഉണ്ടാകും എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ശബത്ത് നാളിനെ, അതായത് നമ്മുടെ ഇന്നത്തെ ശനിയാഴ്ച വിശുദ്ധ ദിവസമായി ആചരിച്ചിരുന്ന ഒരു കൂട്ടത്തോടാണല്ലോ ഇത് പറയുന്നത്. ക്രിസ്തു യഹൂദന്മാരോട് നേരിട്ട് സംസാരിക്കുകയാണ് എന്നുള്ളതിന് ഒരു തെളിവും കൂടിയാണിത്. ശബത്ത് നാളിൽ ഞാൻ പള്ളിയിൽ പോകാറില്ല. ഞായറാഴ്ചയാണ് ഞാൻ സാധാരണ പള്ളിയിൽ പോകുന്നത്. കാരണം കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ആ ദിവസമാണല്ലോ. 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. വലിയ കഷ്ടം അന്നുണ്ടാകും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള പരിഭാഷ മഹാകഷ്ടം എന്നത്രേ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ കഷ്ടത്തോട് ഉപമിക്കാവുന്ന വേറൊന്നില്ല. ലോകചരിത്രത്തിൽ ഇതുപോലൊന്ന് ഉണ്ടായിട്ടില്ല, ഇതുപോലൊന്ന് ഉണ്ടാവുകയുമില്ല. കാലാവസാനത്തെ മഹാകഷ്ടത്തിൻ്റെ കാലമെന്ന് വിളിച്ചത് കർത്താവ് തന്നെയാണ്. ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും എന്ന് നാം വായിച്ചു. ഈ പറഞ്ഞത് സത്യമാകയാൽ അത് ആരംഭിക്കുമ്പോൾ ജനം അതറിയും. ക്രിസ്തീയ സഭ മഹാകഷ്ടത്തിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞതായ മഹാകഷ്ടം എത്രമാത്രം കഠിനമായിരിക്കുമെന്ന് ഈ പ്രിയപ്പെട്ടവർ ഇന്നും ഗ്രഹിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതിൻ്റെ ഒരു ചെറിയ അംശം പോലും ഇതുവരെ നാം കണ്ടിട്ടില്ല. ഇപ്പോൾ നാം മഹോപദ്രവകാലത്തിലാണെന്ന് സമർത്ഥിക്കുന്നവരുമുണ്ട്. സംഗതികൾ പണ്ടത്തേതിനേക്കാൾ വഷളായി എന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ ചരിത്രത്തിലെ മറ്റ് സമയങ്ങളിലെ പോലെ തന്നെ ഈ സമയത്തെയും മനസ്സിലാക്കാവുന്നതാണ്, നാം ഇന്ന് ജീവിക്കുന്ന സമയത്തെയും. എന്നാൽ മഹാകഷ്ടത്തിൻ്റെ ആ കാലത്തിൻ്റെ സമയം ആരംഭിക്കുമ്പോൾ അതിനു മുമ്പോ അതിന് പിമ്പോ
അതിനോട് സാമ്യപ്പെടുത്താവുന്ന സമയമില്ല എന്ന് നാം മനസ്സിലാക്കണം. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. മഹോപദ്രവത്തിൻ്റെ കാലത്ത് ഭൂമിയിലെ ജനസംഖ്യയുടെ 1/3 നശിപ്പിക്കപ്പെടും. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. വേറൊരവസരത്തിൽ ഭൂമിയിലെ ജനസംഖ്യയുടെ 1/4 നശിപ്പിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സാദൃശ്യം ഉപയോഗിച്ച് യുദ്ധത്തിൻ്റെ പ്രതീകമായ ചുവന്ന കുതിരയും ക്ഷാമത്തിൻ്റെ പ്രതീകമായ കറുത്ത കുതിരയും മരണത്തിൻ്റെ പ്രതീകമായ മഞ്ഞക്കുതിരയും ആ കാലത്ത് സവാരി ആരംഭിക്കും. ലോകത്തിലെ ജനസംഖ്യയിൽ വലിയൊരു ഭാഗം അന്ന് നശിപ്പിക്കപ്പെടും. ഈ പറയുന്നത് നടക്കാൻ പോകുന്നതൊന്നുമല്ല, വെറും അതിശയോക്തി മാത്രമാകുന്നു എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 200 കോടി ജനങ്ങളൊക്കെ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ചില വ്യാഖ്യാതാക്കൾ പോലും ഈ ചിന്താഗതിയെ സത്യത്തിന് വിരുദ്ധം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള അണുബോംബുകളിൽ ചിലത് ഈ ലക്ഷ്യം സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ലോകത്തെ മുഴുവൻ ചാമ്പലാക്കാൻ പോരുന്ന നശീകരണ ആയുധങ്ങൾ നമ്മുടെ തലമുറയിൽ കണ്ടുപിടിച്ച് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എന്തായിരുന്നാൽ തന്നെയും ഈ വാക്യത്തിൽ ആശ്വാസത്തിൻ്റെ വചനവും നാം കാണുന്നല്ലോ. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. മനുഷ്യവർഗം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ടത്രേ ഈ കഷ്ടത്തിൻ്റെ കാലം ചുരുങ്ങിയതാകുന്നത്. ഇനിയും നാം കാണുവാൻ പോകുന്നത് കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ യേശു പറയുന്നതാണ്. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 24-ാം അധ്യായത്തിൻ്റെ 23 മുതൽ. അന്ന് ആരാനം നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു ഇവിടെ പറയുന്ന കാര്യം ഗ്രഹിക്കാതിരിക്കരുത്. ഇന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ ലോകത്തിൽ, പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നവർ ലോകത്തിൽ വളരെ കൂടുതലാണ്. അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള പലരുടെയും കഴിവിനെ സംശയത്തോടുകൂടെ മാത്രമേ കാണാവൂ. കാരണം അടുത്ത ഏറ്റവും വലിയ അത്ഭുത പ്രവർത്തകൻ യേശുക്രിസ്തു ആയിരിക്കുകയില്ല. അത് അന്തിക്രിസ്തുവും അവൻ്റെ കള്ളപ്രവാചകന്മാരുമായിരിക്കും. അന്തിക്രിസ്തു വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി എന്ന് നാം വായിച്ചു. വൃതന്മാർ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. ആരാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ? ബൈബിളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 2 കൂട്ടങ്ങളുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജാതിയും തെരഞ്ഞെടുക്കപ്പെട്ട സഭയും. ഇവിടെ ഏതൊരു കൂട്ടത്തെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാകുവാൻ നാം നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. ക്രിസ്തു ഇതുവരെ സംസാരിച്ചത് ഏതൊരു കൂട്ടത്തെക്കുറിച്ചാണ്? ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിലും വൃതന്മാർ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുദ്ദേശിക്കുന്നത് ഇസ്രായേൽ ജാതിയെയാകും. ഇവിടെ സഭയിലെ ദൈവമക്കളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ചില മനുഷ്യരെ എപ്പോഴും വിഡ്ഢികളാക്കാമായിരിക്കാം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലരും അങ്ങനെ വിഡ്ഢികളാകാറുണ്ട്. എന്നാൽ ചിലരെ കുറേ സമയത്തേക്ക് കബളിപ്പിക്കാം. എന്നാൽ ദൈവമക്കളെ എല്ലായ്പ്പോഴും കബളിപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല. അതൊരിക്കലും സാധ്യമല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പലരും ദുരുപദേശത്തിലൂടെ ദൈവമക്കളെ തെറ്റിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സത്യമറിഞ്ഞവർ സത്യത്തിൻ്റെ പിമ്പേ തന്നെ വരും, അതിന് സംശയമില്ല. 26 മുതലുള്ള വാക്യങ്ങൾ, 26ഉം 27ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. ഇവിടെ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ മുന്നോടിയായി ഇനിയും യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരിക്കയില്ല. എന്നാൽ കർത്താവിൻ്റെ 2ാമത്തെ വരവ് സകലരും അറിയും. കാരണം അത് മിന്നൽ പോലെ തെളിയും, അത് പരസ്യവുമായിരിക്കും. കൊള്ളിമീൻ നമുക്കൊക്കെ സുപരിചിതമാണല്ലോ. അതുണ്ടാകുമ്പോൾ സകലരും അറിയുമെന്ന് മാത്രമല്ല, മിക്കപ്പോഴും അത് ഭയപ്പെടുത്തുന്നതുമായിരിക്കും. കൊള്ളിയാൻ മിന്നുക എന്നൊക്കെ നാം പറയുമല്ലോ. ക്രിസ്തു ഭൂമിയിലേക്ക് 2ാമത് വരുമ്പോൾ അതുപോലെയായിരിക്കും. ആരും അതേക്കുറിച്ച് പരസ്യം ചെയ്യേണ്ടതില്ല, അതിനൊരു പ്രൊമോഷനും വേണ്ട.
തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി യേശു കർത്താവ് വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാവരും അതറിയും. ഒരു കാര്യം മറന്നു പോകരുത്, ഭൂമിയിലേക്കുള്ള അവൻ്റെ രണ്ടാമത്തെ വരവെന്നാൽ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുന്നതല്ല. അത് മനസ്സിലായല്ലോ. ഇത് രണ്ടും വ്യത്യസ്തമാണ്. 28-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. കർത്താവിൻ്റെ ഒലിവുമലയിലെ പ്രഭാഷണത്തിൽ മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രയാസമുള്ള വാക്യങ്ങളിൽ ഒന്നാണ് ഈ ചെറിയ വാക്യം. സ്വർഗത്തിൽ നിന്നും മിന്നൽ പോലെ മഹത്വത്തോടെ താൻ വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ശവം തിന്നുന്ന പക്ഷികളെക്കുറിച്ച് പറയുന്നത് ആശ്ചര്യമായി തോന്നുന്നില്ലേ? പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്തു ന്യായവിധിക്കായി വരുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പക്ഷികളെ എല്ലാം ഒരു വലിയ വിരുന്നിനായി ക്ഷണിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. വെളിപ്പാട് 19:17. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. ദൈവിക ന്യായവിധിയുടെ പ്രതിനിധികൾ എന്നതുപോലെയാണ് ശവം തിന്നുന്ന പക്ഷികളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് വീണ്ടും വരുമ്പോൾ ന്യായവിധിക്കായിട്ടാണ് അവൻ വരുന്നത്. 29-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ച്, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുന്നതായ സമയത്ത് ഈ പറഞ്ഞതെല്ലാം സംഭവിക്കുമെന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ അടയാളം? അതും ഞാൻ ഊഹിച്ചെടുത്തേ ഒക്കൂ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജാതിക്ക് ദൈവത്തിൻ്റെ തേജസ്, ദൈവ സാന്നിധ്യമാകുന്ന ഷെക്കേന നൽകിയത് ഓർക്കുന്നില്ലേ? അത് പ്രവാചക പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വേറൊരു രാഷ്ട്രത്തിനോ ജാതിക്കോ ഈ തേജസ് നൽകിയിരുന്നില്ല. ക്രിസ്തീയ സഭയ്ക്ക് പോലും അത് നൽകിയിരുന്നില്ല. ഈ ഷെക്കേന തേജസ് സമാഗമന കൂടാരത്തിന്മേലും പിന്നീട് യെരുശലേം ദേവാലയത്തിന്മേലും വസിച്ചിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനത്തിൻ്റെ പാപം കാരണം ഷെക്കേന അവരെ വിട്ടുപോയി. ക്രിസ്തു ആദ്യം ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ മാറ്റിവെച്ചത് തൻ്റെ ദൈവത്വമല്ല, പിന്നെയോ തൻ്റെ ദൈവത്വത്തിൻ്റെ പ്രത്യേക അവകാശമാണ്. എന്നാൽ അവൻ രണ്ടാമത് വരുമ്പോൾ ആ തേജസ് വീണ്ടും കാണാവുന്നതാണ്. ക്രിസ്തു ഇനിയും പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നതിന് മുമ്പ് കാണുവാൻ പോകുന്ന അടയാളം അതായിരിക്കും. സകല ഭൂമിയിലും അത് കാണപ്പെടുന്നതായിരിക്കും. പിന്നെ മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ ശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്ന് പറയുമ്പോൾ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിനെ അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 31-ാം വാക്യം ഞാൻ വായിക്കാം. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഈ വാക്യത്തിലും വൃതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ. ഇത് ഇസ്രായേൽ ജാതിയെക്കുറിച്ചാണ്, യഹൂദന്മാരെക്കുറിച്ച്. അവരുടെ ദേശത്തേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുന്നതായൊരു അത്ഭുതത്തെക്കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ സഭയെ ചേർക്കുവാൻ കർത്താവ് തന്നെ കടന്നു വരും. അവൻ വരുന്നത് കാഹളം ധ്വനിയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടിയായിരിക്കും. അവൻ്റെ സഭയെ ഒരുമിച്ച് ചേർക്കുവാൻ അവന് ആരുടെയും സഹായം ആവശ്യമില്ല. അവനാണ് തൻ്റെ സഭയ്ക്ക് വേണ്ടി മരിച്ചത്. അവനതിനെ ഒരുമിച്ച് ചേർത്ത് കൊള്ളും. 32-33 വാക്യങ്ങളിൽ നാം കാണുന്നത്, അത്തിയെ നോക്കിയൊരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അത്തിവൃക്ഷം ഇസ്രായേൽ രാഷ്ട്രത്തെ അല്ലാതെ മറ്റെന്തിനെയെങ്കിലും പ്രതിനിധീകരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ബൈബിളിൻ പ്രകാരം.
ഉദാഹരണത്തിന് യിരെമ്യാ പ്രവചനം 24-ലും ഹോശേയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലും ഇത് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തിലെ ഈ നശീകരണം എല്ലാം നടന്നിട്ടും ഇന്നും ഇസ്രായേലിൽ വളരെയധികം അത്തിവൃക്ഷം വളരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ രാജ്യത്തെ പരിചയപ്പെടുത്തുന്നത് തന്നെ അത്തിവൃക്ഷവും വീഞ്ഞും എടുത്ത് കാട്ടിയിട്ടാണല്ലോ. 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ തലമുറ ഇതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന് വർഗം എന്നുകൂടി അർത്ഥമുണ്ട്. ഈ തലമുറ എന്ന് പറഞ്ഞാൽ വർഗം. അങ്ങനെ വരുമ്പോൾ അത് ഇസ്രായേൽ രാഷ്ട്രത്തെ കുറിക്കുന്നത് അത്രേ. 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. കർത്താവ് ഇവിടെ പറയുന്നത്, ഞാൻ പറയുന്നതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിവരയിട്ട് സൂക്ഷിക്കാം. കാരണം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, പക്ഷേ എൻ്റെ വാക്കുകൾ മാറിപ്പോകുകയില്ല എന്ന്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമെന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പക്ഷേ അവൻ്റെ വാക്ക് മാറ്റില്ല. നിത്യകാലത്തോളം അത് നിലനിൽക്കും. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാകുന്നു. 36-ാം വാക്യം കൂടി, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അവൻ്റെ വരവിൻ്റെ സമയം അടുത്തു വരുന്നെന്ന് മനുഷ്യനറിയും, എന്നാൽ തന്നെ അവൻ്റെ വരവിൻ്റെ ദിവസമോ മണിക്കൂറോ അവർ അറിയില്ല. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ദിവസവും മണിക്കൂറും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. ആവശ്യമില്ലാതെ അബദ്ധത്തിൽ ചാടുന്നു എന്നല്ലാതെ ഈ കാര്യത്തിൽ ആരും ഇതുവരെ വിജയിച്ചിട്ടില്ല, വിജയിക്കുകയുമില്ല. എന്നാൽ നമുക്കൊരു വലിയ പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. ആ പ്രത്യാശ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവൻ ഏത് സമയത്ത് വന്നാലും അവനെ സ്വീകരിപ്പാൻ നാം യോഗ്യരായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആദ്യവരവ് ലോകത്തിൻ്റെ ആത്മീയ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഈ ലോക വ്യവസ്ഥിതികളിൽ ഇതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നതിന് സംശയമില്ല. മാനവജാതിക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപയുടെ സുവർണ കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്ന തിരുവചന മുന്നറിയിപ്പ് നാം ഗൗരവത്തോടെ പരിഗണിക്കണം. കൃപയുടെ ഈ അവസരം അവഗണിക്കാതെ ദൈവത്തോടുള്ള അനുരഞ്ജനത്തിനും രക്ഷയുടെ അനുഭവത്തിനുമായി അതിനെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്.